ദുരന്തഭൂമിയായി വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 100 കടന്നു. മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 200-അംഗ സൈനിക സംഘവും ഏഴിമല നാവികസേന സംഘവും സ്ഥലത്തുണ്ട്. മുണ്ടക്കൈയിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. ദുരന്തമുഖത്ത് കുടുങ്ങിയവരെ റോപ്പ് ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചും മറുകരയിൽ എത്തിക്കുന്നു. വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നുണ്ട്. അമൽ, ഇന്നത്തെ തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ തിരച്ചിൽ നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. നാളെ വീണ്ടും പുലർച്ചയോടുകൂടി തിരച്ചിൽ ആരംഭിക്കും. വളരെ ദയനീയമായ അല്ലെങ്കിൽ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്ന് പുലർച്ചയോടുകൂടി ഉണ്ടായത്. ഞെട്ടിക്കുന്ന തരത്തിൽ, അതായത് വലിയൊരു ദുരന്തം, കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 125 പേർ മരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഔദ്യോഗികമായി കിട്ടിയ ഒരു കണക്കാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം നിലവിൽ ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോഴാണ് 125 എന്ന ഒരു നമ്പറിലേക്ക് എത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോഴും പല ഇടങ്ങളിലായി മണ്ണിനടിയിലായി ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വാസ്തവം. പക്ഷേ അത് നിലവിൽ കണ്ടെത്താൻ വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞു കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. 125ഓളം മൃതദേഹങ്ങൾ മാത്രമാണ് നിലവിൽ തിരഞ്ഞു കണ്ടെത്തിയത്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ, അതായത് നാളെ രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും. അങ്ങനെയെങ്കിൽ ഈ 125 എന്ന നമ്പർ ഉയരുവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു സംഭവ സ്ഥലത്ത് റെഡ് അലേർട്ട് മുന്നറിയിപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെ ഉള്ള വീടുകളിലുള്ളവരോടൊക്കെ തന്നെ മാറി താമസിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവിടെയുള്ളവർ പലരും മാറി താമസിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടലിൽ ഇത്തരത്തിൽ സുരക്ഷിതരായി മാറി താമസിച്ചവർ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള വീടുകൾ ഒക്കെ തന്നെയും നശിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം 400ഓളം കുടുംബങ്ങളാണ് ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായതോടുകൂടി 40ഓളം കുടുംബങ്ങൾ അവിടെ കാണാനില്ല. അവിടെ ഉണ്ടായിരുന്ന ടൗൺ പൂർണ്ണമായും ഇല്ലാതായ ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ അവിടെ ഒരു ഭൂമിയുടെ അന്തരീക്ഷമാണ് നിലവിൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് നിരവധി വീടുകളും കടകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നഗരപ്രദേശം, ആ ഒരു നഗരപ്രദേശം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന ഒരു കാഴ്ച. അവിടെ ഉണ്ടായിരുന്നവർ പ്രതികരിച്ചതാണ് ഇത്തരത്തിൽ ഒരു മരുഭൂമിയുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ മരുഭൂമി പോലെയാണ് നിലവിൽ ഇപ്പോൾ ആ ഒരു പ്രദേശത്തെ തോന്നിപ്പിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത്. നിലവിൽ ഇതിനു മുന്നേ തന്നെ, അതായത് 2019, 2020 വർഷങ്ങളിലും ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഈ സംഭവത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നേ തന്നെ മുന്നറിയിപ്പുകൾ നൽകി അവിടെയുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചത്. എന്നാൽ അതൊന്നും വിജയകരമായി എത്തിയിട്ടില്ല, അല്ലെങ്കിൽ വിജയം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 98ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, അവർ മിസ്സിംഗ് ആണ് എന്ന വിവരമാണ് നിലവിൽ ഈ ദൗത്യ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മരിച്ചവരിൽ പ്രധാനമായും തോട്ടം തൊഴിലാളികളും ഒപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കം ഉൾപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. രാത്രി വരെ ഈ തിരച്ചിൽ പുരോഗമിച്ചിരുന്നു. രാത്രി ആയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇരുട്ട് വീണതോടുകൂടി ആവശ്യമായ വൈദ്യുത സംവിധാനങ്ങളൊന്നും തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ രാത്രി ആയതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമാവുകയായിരുന്നു. ഒപ്പം ഇടയ്ക്കിടയ്ക്കായി മഴ പെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ചാറ്റൽ മഴയും ചില സമയങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനാൽ തന്നെ പലപ്പോഴും വിജയകരമായ രീതിയിലേക്ക് ആ രക്ഷാപ്രവർത്തനം മുന്നോട്ട് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത്തരത്തിൽ ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാ സേനകളെയും ഏകോപിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് NDRFനെയും സേനയും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെ അടക്കം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ഈ പ്രധാനമായും മുണ്ടക്കൈ ചൂരൽമല ഈ ഭാഗത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാലമുണ്ടായിരുന്നു. ഈ ഉരുൾപൊട്ടലിൽ ഈ പാലം പൂർണ്ണമായും തകരുകയായിരുന്നു. അതിനാൽ തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ മുണ്ടക്കൈ ഭാഗത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവരെ ഈ ഒരു ചൂരൽമല ഭാഗത്തേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുത്തുവാനുള്ള ദൗത്യത്തിലേക്കായിരുന്നു ഈ രക്ഷാപ്രവർത്തക സംഘം ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന രീതിയിൽ അവിടെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ മുണ്ടക്കൈ ഭാഗത്തുള്ള അവരെ ഈ റോപ്പ് വഴി മറുദേശത്തേക്ക്, അതായത്
മറുഭാഗത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇത്തരത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിച്ചിരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒന്ന്, ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടന്ന ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. ഇതിൻ്റെ ഭാഗമായി നിരവധി പേരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു, അവർക്ക് ചികിത്സ നൽകുവാൻ വേണ്ടി സാധിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. സൈന്യം അടക്കം ഉൾപ്പെട്ടിട്ടുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ ഈ ഗുരുതരമായി പരിക്കേറ്റവരെ ക്യാമ്പുകളിലേക്ക് എത്തുകയും ചികിത്സകൾ നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ തൊട്ട് സമീപമായുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ആശുപത്രി സംവിധാനങ്ങൾ അടക്കം ഏർപ്പെടുത്താൻ വേണ്ടി ഗുരുതരമായി പരിക്കേറ്റവരെ ഉൾപ്പെടെ ചികിത്സിക്കുവാനുള്ള സൗകര്യങ്ങൾ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരുന്നു. ഇതൊക്കെയാണ് ആ ഒരു ആളപായത്തിൻ്റെ തോത് കുറച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും എത്ര പേർ മരിച്ചു അല്ലെങ്കിൽ എത്ര മൃതദേഹങ്ങൾ ഇനി ലഭിക്കുവാനുണ്ട്, ഇത്തരം കണക്കുകളൊന്നും അന്തിമമായി നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുവാനുള്ള സാഹചര്യമുണ്ട്. എന്തുതന്നെയായാലും ഇന്ന് നിലവിൽ ഈ ഒരു തിരച്ചിൽ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇരുട്ട് വീണതാണ് ഒരു പ്രധാന കാര്യമുള്ളത്. ഒരു പക്ഷേ നാളെ രാവിലെ മുതൽ തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ പുഴയിലടക്കം തിരച്ചിൽ നടത്തുവാനുള്ള സംവിധാനങ്ങളുമുണ്ട് അല്ലെങ്കിൽ തീരുമാനങ്ങളുമുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പുഴയിൽ തിരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയേക്കാം എന്ന തീരുമാനം അല്ലെങ്കിൽ എന്ന നിഗമനമാണ് നിലവിൽ ഉള്ളത്. അതേസമയം തന്നെ ഈ ട്രീവാളി റിസോർട്ടിൻ്റെ ഭാഗത്ത് ഏകദേശം 300ഓളം പേർ കുടുങ്ങിക്കിടന്ന സാഹചര്യമുണ്ടായിരുന്നു. ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ സംഘത്തെ ഈ 300 പേരെയും അവിടെ നിന്നും ഒഴിപ്പിച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഒപ്പം ഈ ഭാഗത്തു നിന്നും ഏകദേശം 17 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും നിലവിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ വിംസ് ആശുപത്രിയിൽ ഏകദേശം 132 പേരാണ് ചികിത്സയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ അടക്കം കണ്ടെത്തിയെങ്കിലും ആശ്വാസകരമായ ചില വാർത്തകളും ഇതിനിടയിലുണ്ട്. ഒരു 4.5 വയസ്സുകാരൻ ഈ ഒരു വലിയ ദുരന്തത്തിനിടയിൽ രക്ഷപ്പെട്ടു, അതിസാഹസികമായി രക്ഷപ്പെട്ടു എന്നത് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. അതേസമയം തന്നെ നിലവിൽ ഇനിയും ഏകദേശം മൃതദേഹങ്ങൾ വലിയ ഒരു തോതിൽ മൃതദേഹങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നാണ് ഈ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒപ്പം ഇത്തരത്തിൽ ഉരുൾപൊട്ടലുണ്ടായ ഈ ഒരു സാഹചര്യത്തിൽ ഈ താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗത്തുള്ള റോഡുകളിലടക്കം വിള്ളലുണ്ടായിട്ടുണ്ട്. ഇവിടെ മണ്ണിടിച്ചിലിന് സാധ്യതകൾ ഇനിയും ഉണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം അടക്കം അധികൃതരുടെ നേതൃത്വത്തിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ചൂരൽമല മുതൽ പോത്തുകല്ല് വരെയുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം അനാവശ്യമായി ഈ ഭാഗങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അടക്കം നിലവിൽ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ വയനാട് ഈ പ്രദേശങ്ങളുടെ ഭാഗത്തുള്ള ആശുപത്രികളിൽ ഒക്കെ തന്നെയും മൃതദേഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മൃതദേഹങ്ങൾ നിരത്തി കിടത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ആശുപത്രികളുടെ പുറത്തും വലിയ ബോർഡുകൾ നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്തവരുടെ പേരുകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ബോർഡുകളാണ്. വിവിധ ആശുപത്രികളിലാണ് ഇത്തരത്തിൽ ബോർഡുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഓരോ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു ഉരുൾപൊട്ടലിൽ വീടും കുടുംബക്കാരെയും ഒക്കെ നഷ്ടപ്പെട്ടവർ ഈ ഒരു ആശുപത്രിയുടെ മുമ്പിലെത്തുകയും ആ ബോർഡുകളിൽ നിന്നും തൻ്റെ ഉറ്റവർ ഈ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ ആശുപത്രിയിലേക്ക് ചികിത്സയുടെ ഭാഗമായി എത്തിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിലവിൽ അവിടെയുള്ളവർ മനസ്സിലാക്കുകയാണ്. ഒരു ആശുപത്രിയിലില്ലെങ്കിൽ അവർ തൻ്റെ കൂടപ്പിറപ്പുകളെ തേടി മറ്റ് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതേസമയം തന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ അവരുടെ ആ പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിൽ സൈന്യം, ഒപ്പം തന്നെ ഫയർഫോഴ്സ്, NDRF സഖ്യം ഒക്കെ തന്നെയും ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ സമാനമായ രീതിയിൽ തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ ഒക്കെ വലിയൊരു സംഘം അവിടെയുണ്ട്. ഓരോ ആംബുലൻസും ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ അവിടെ പുറത്ത് ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഇവരൊക്കെ തന്നെയും അവിടെ കൂടി നിൽക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അവരെ ആവശ്യമായ ഇടത്തേക്ക് ആശുപത്രിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും അവർക്ക് ആവശ്യമായ ചികിത്സ നൽകുവാനൊക്കെ തന്നെയും ഈ ഒരു രാത്രിയിലും അവർ എല്ലാം മറന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ആശുപത്രി ഡ്യൂട്ടിയിൽ
പലരെയും നഴ്സുമാരടക്കം ലീവ് എടുത്തു പോയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് അവധിയിലുണ്ടായിരുന്ന പ്രവർത്തകരെ അടക്കം തിരിച്ചു വിളിച്ചുകൊണ്ടാണ് നിലവിൽ ഇത്ര വലിയൊരു ദാരുണമായ സംഭവത്തിൻ്റെ ഭാഗമായി അകപ്പെട്ടവരെ അവർക്ക് ചികിത്സ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെയുള്ള പല മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ മൃതദേഹങ്ങളൊക്കെ തന്നെയും കമ്മ്യൂണിറ്റി ഹാളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ഇനിയും ആൾക്കാരെ കണ്ടെത്തണം, അതായത് തൻ്റെ കൂടപ്പിറപ്പുകളെ തിരഞ്ഞ് അവർ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി അവിടേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ ആൾക്കാരും വന്ന് തങ്ങളുടെ ബന്ധുക്കളാണോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 125 ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. 100-ലധികം പേർ ചികിത്സയിലുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് തുടരുന്നത്? ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്കുള്ള ഭക്ഷണം, വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഒരു വലിയ സംഖ്യ ആൾക്കാർ നിലവിൽ ഇപ്പോൾ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കുപറ്റിയ അവർ, ഒപ്പം തന്നെ നിസ്സാരമായി പരിക്കുപറ്റിയവർ, ഇത്തരത്തിൽ വിവിധ ആശുപത്രികളിലായാണ് ഇവർ ചികിത്സയിലുള്ളത്. അവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സകളും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും പല ഇടങ്ങളിലേക്കും ആവശ്യ വസ്തുക്കൾ അടക്കം എത്താത്ത ഒരു സാഹചര്യങ്ങളുണ്ട്. അതിനു പറ്റിയ ഒരു സംവിധാനമല്ല അവിടെ നിലവിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതിനും അപ്പുറം വലിയ ഒരു ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് ഇത്തരം ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അതിനാൽ അത് ശ്രമകരം തന്നെയാണ്. എങ്കിലും ആവശ്യ വസ്തുക്കൾ, അതായത് വെള്ളം ഉൾപ്പെടെയുള്ള പല ആവശ്യ വസ്തുക്കളും നിലവിൽ എത്താത്ത സാഹചര്യമുണ്ട്. എങ്കിലും നിരവധി സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ, ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒക്കെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ആവശ്യ വസ്തുക്കളൊക്കെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നിലവിൽ ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പേരെ പാർപ്പിക്കുവാനുള്ള ഇടങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരാധനാലയങ്ങളുടെ ഭാഗമായുള്ള കെട്ടിടങ്ങൾ, ഒപ്പം തന്നെ മറ്റ് കെട്ടിടങ്ങൾ, ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെയും അവിടെയൊക്കെ ആയാണ് നിലവിൽ ഇത്തരത്തിൽ വീടും മറ്റും നഷ്ടപ്പെട്ടവരെ പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചികിത്സയ്ക്ക് ആവശ്യമായ, അതായത് ഗുരുതര ചികിത്സ പറ്റിയവരെയും മറ്റും ആശുപത്രികളിലേക്ക് എത്തിച്ച് അവർക്ക് ആവശ്യമായ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് എല്ലാ ആശുപത്രികളും, അതായത് ഈ ഒരു വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും അവിടെയുള്ള ബെഡുകൾ അടക്കം പൂർണ്ണമായി ഇത്തരത്തിൽ രോഗികളെ കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിക്കു പറ്റിയവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഈ ഒരു ദുരന്തം നടന്നതിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശുപത്രികളിലായാണ് ഇവരെ ചികിത്സക്കായി കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ തൻ്റെ സ്വന്തക്കാരെ അന്വേഷിച്ച് പലർക്കും വലിയ ദൂരത്തേക്കുള്ള ആശുപത്രികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും എല്ലാവർക്കും ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഇത്തരത്തിൽ അവിടെ കാര്യങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അമൽ, റിസോർട്ടിലടക്കം നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? പുഴയിലടക്കം തിരച്ചിൽ നടത്താനാണ് നാളെ തീരുമാനിച്ചിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലുള്ള തിരച്ചിൽ സംവിധാനങ്ങളായിരിക്കും നാളെ ഉപയോഗിക്കുക? നാളെ രാവിലെയോടുകൂടി തന്നെ വീണ്ടും തിരച്ചിൽ പുരോഗമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ പുഴയിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തുവാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. കാരണം ഇത്തരത്തിൽ പല മൃതദേഹങ്ങളും ഇന്ന് ലഭിച്ചത് പുഴയിലെ ഒഴുക്കിൽപ്പെട്ടായിരുന്നു. അതിനാൽ തന്നെ പുഴയിൽ കൂടുതൽ തിരച്ചിൽ നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭ്യമാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ, അതായത് ചെളിയുടെ അടിയിൽ കൂടുതലായും മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല മൃതദേഹങ്ങളും ലഭിച്ചത്, അതായത് പൂർണ്ണാവസ്ഥയിലല്ല, കൈകാലുകൾ അറ്റും അത്തരത്തിൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ മൃതദേഹങ്ങൾ ഒക്കെ തന്നെയും ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ഈ പരിശോധനയുടെ ഭാഗമായി നാളെ ലഭ്യമാകും. ഇത്തരത്തിൽ ഇന്ന് ഇരുട്ടുവീണ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ, തിരച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ തന്നെ നാളെ ഈ പുഴ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു മണ്ണിനടിയിലുമൊക്കെയായി, വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒക്കെയായി കൂടുതൽ മൃതദേഹങ്ങൾ തിരച്ചിലിൻ്റെ ഭാഗമായി ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തിരച്ചിൽ നാളെയും പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
അമൽ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ആ ഒരു ദുരന്തത്തിന്റെ തീവ്രത എന്ന് പറയുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു. ഒരു പ്രദേശം മൊത്തം ഇല്ലാതായ ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഉരുൾപൊട്ടലിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അധികം മരണം സംഭവിക്കുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നാളെ ഉണ്ടാവുക? അതുപോലെ തന്നെ മരണസംഖ്യ വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, നിരവധി പേർ ചികിത്സയിലുണ്ട്. രക്ഷാപ്രവർത്തനം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ്. പ്രതികൂല കാലാവസ്ഥയിലും ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സൈന്യം രക്ഷാപ്രവർത്തനം നടത്തി. താൽക്കാലിക പാലമടക്കം നിർമ്മിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു നടത്തിയത്. രക്ഷാപ്രവർത്തനത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നില്ലേ? അതിനാൽ തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതായത് വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ എല്ലാ സേനയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേസമയം രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. സാങ്കേതിക സഹായം നൽകാൻ നേവിയുടെ INS സമോറിയൻ കപ്പൽ എത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് പ്രധാനമന്ത്രി നേരിട്ടാണ് മേൽനോട്ടം വഹിക്കുന്നത്. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് NDRFിൻ്റെ 3 സംഘങ്ങളും സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡ് അടക്കം നാളെ ഇത്തരത്തിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വളരെ വേഗത്തിൽ തന്നെ എല്ലാ സേനയും ഉൾപ്പെടുത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയതിനാൽ തന്നെയാണ് ഗുരുതരമായ പരിക്കേറ്റ പലരെയും ചികിത്സയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഇത്തരത്തിൽ ആ ഒരു മരണത്തിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചതും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ഒരു കാലാവസ്ഥ പ്രതികൂലമായതാണ് വളരെ അധികം രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത് എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. രാവിലെ ഉണ്ടായ ശക്തമായ മഴ അത് തന്നെയാണ് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരങ്ങൾ രാത്രിയും രക്ഷാപ്രവർത്തനം തുടരുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു വെളിച്ചക്കുറവൊക്കെ വളരെ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തു തന്നെയായാലും നാളെ രാവിലെയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം വീണ്ടും ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ തെരച്ചിൽ സംവിധാനങ്ങൾ അടക്കം നടത്തിക്കൊണ്ട് നിലവിൽ ഇപ്പോഴും പലരും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഇതിൻ്റെ ഭാഗമായി ദുരന്തത്തിൻ്റെ ഭാഗമായുണ്ട്. അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത്തരത്തിൽ വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ്, അല്ലെങ്കിൽ ദയനീയമായ വാക്കുകൾ തന്നെയാണ് നമുക്ക് ഈ ദുരന്ത മുഖത്തു നിന്നും കേൾക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതിനാൽ തന്നെ പലരും ഇപ്പോഴും ജീവനോടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകാം എന്ന വിലയിരുത്തലുകൾ അടക്കമുണ്ട്. അതിനാൽ തന്നെ നാളെ രാവിലെയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ജീവനോടെയുള്ള മുഴുവൻ പേരെയും വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരിയ മഴയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം ഗുണം ചെയ്യും. ശക്തമായ മഴ ഇല്ലെങ്കിൽ എങ്കിൽ പോലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും അവിടെയുള്ള വെള്ളത്തിൽ ശക്തമായ ഒഴുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. ഇതും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ആവുകയായിരുന്നു. അതോടുകൂടിയാണ് ഇന്ന് രാത്രിയിൽ ഈ മലയുടെ മുകൾ ഭാഗത്തേക്കുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. തിരച്ചിൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം ആയിരുന്നു. നിലവിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം മരിച്ചവരിൽ 62 പേരെ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനിയും പകുതിയോളം പേരെ തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. ഇവിടെ മൃതദേഹങ്ങളൊക്കെ തന്നെയും ഈ കമ്മ്യൂണിറ്റി ഹാളുകളിൽ നിരത്തി വച്ചിരിക്കുകയാണ്. ഇവരുടെ ബന്ധുക്കൾ അവിടെ വന്ന് ഇവരെ തിരിച്ചറിയുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. പക്ഷെ പലരെയും തിരിച്ചറിയാൻ വേണ്ടി കഴിയാത്ത രീതിയിൽ വികൃതമായ രീതിയിലാണ് ഈ മൃതദേഹങ്ങൾ ഉള്ളത് എന്നതും ഏറെ ദയനീയമായ ഒരു കാഴ്ച തന്നെയാണ്. എന്ത് തന്നെയായാലും നാളെ രാവിലെയോടുകൂടി ഇത്തരത്തിൽ ഈ തിരച്ചിൽ വീണ്ടും ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പുഴയിലടക്കം തിരച്ചിൽ നടത്തി കൂടുതൽ മൃതദേഹങ്ങൾ ലഭ്യമാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ മണ്ണിനടിയിലടക്കം കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെ വീണ്ടെടുക്കുവാനുള്ള രീതിയിൽ തിരച്ചിൽ നാളെ തന്നെ പുരോഗമിക്കും. അതിൻ്റെ വേണ്ട രീതിയിൽ അധികൃതർ അടക്കം കൂടുതൽ സേനയടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് ഈ തിരച്ചിൽ പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആതിര.
വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 100 കടന്നു. മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. 200-അംഗ സൈനിക സംഘവും ഏഴിമല നാവികസേനാ സംഘവും സ്ഥലത്തുണ്ട്. മുണ്ടക്കൈയിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. നാളെയും വീണ്ടും തിരച്ചിൽ ആരംഭിക്കും. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് താൽക്കാലിക പാലം നിർമ്മിച്ചു. ദുരന്തമുഖത്ത് കുടുങ്ങിയവരെ റോപ്പ് ഉപയോഗിച്ചും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുമാണ് മറുകരയിൽ എത്തിച്ചത്.